ഉണ്ണി ഒരു വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്, എനിക്ക് ഡ്രസ്സ് ഇടാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഷോപ്പിൽ ഒരു ഡ്രസ്സ് റിട്ടേൺ കൊണ്ടു കൊടുത്തെങ്ങാൻ പേയ്മെന്റ് മേടിച്ചതെന്ന്. എങ്കിലും ഉത്തര ഉണ്ണി, നിനക്കൊന്ന് കേൾക്കണോ? ഞാൻ റിട്ടേൺ പേയ്മെന്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ അത്രമേൽ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ട് പോയതുകൊണ്ടാണ്. അത് ആ ഷോപ്പുകാർക്ക് ഉത്തരവാദിത്തമുള്ള സംഭവമാണ്, അതുകൊണ്ടാട്ടോ. അപ്പം എൻ്റെ മോന് കുറച്ച് ദിവസമായി ആരുടെ വീഡിയോസും വാച്ച് ചെയ്യാറില്ല, പക്ഷെ ഉത്തരവുണ്ണിൻ്റെത് വാച്ച് ചെയ്യും. കാരണം അവരെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞതുകൊണ്ട്, പരാമർശിച്ചതുകൊണ്ട് അവൻ വാച്ച് ചെയ്യുന്നതാണ്. അപ്പം ഇത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ആ തള്ളച്ചിക്കൊന്ന് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഇതൊന്നും വീഡിയോസ് ഒന്ന് കാണിച്ചൊടിക്കുമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, നമ്മൾ ആരുടെയും മുമ്പ് പൊങ്ങച്ചൊന്നും കാണിക്കണ്ട എന്ന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് എൻ്റെ ഒരു കുട കാണാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഷെൽഫ് ഒന്ന് തപ്പിയതാണ്. ഒരു സൈഡ് മാത്രമേ ഞാൻ തപ്പിയിട്ടുള്ളൂ, ഒരു സൈഡിൽ ഡ്രസ്സ്. അപ്പം തിരിച്ച് റിട്ടേൺ കയറ്റുമ്പോൾ അത് നിങ്ങൾ കാണിച്ചുകൊണ്ട് കയറ്റാമെന്ന് കരുതി ഈ ഒരു സ്പേസ് മാത്രമേ ഞാൻ ഇന്ന് ഒഴിച്ചിട്ടുള്ളൂ. ഇവിടെ 2 ഉണ്ട്, അവിടെ 2 ഉണ്ട്. അതിലുള്ള ഡ്രസ്സൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഇത് മാത്രം കാണിച്ചു തരാം. അപ്പം ഏകദേശം ഉത്തരവുണ്ണിക്ക് ജസ്റ്റ് സലീം ആരാന്നുള്ളത് മനസ്സിലാവും. എൻ്റെ പൊന്നെ, ഇതൊക്കെ പൊക്കണമെന്നുണ്ടെ ഒരാളും കൂടിയും കൂടെ വരണമല്ലോ. അമ്മാതിരി വെയിറ്റുള്ള സാധനമാണ്. തായ എന്താ ഷിഫ്നെറ്റോ എന്തോ നെറ്റ് വെക്കുന്നതാണ്. അപ്പം ഇത് തായ വലിയ ഭംഗി ഇങ്ങനെ വട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. 6000 റേഞ്ച് വരുന്നതാട്ടോ. അപ്പോൾ ഇനി വിചാരിക്കേണ്ട ജസ്റ്റിസിലേയും പൊങ്ങച്ചും കാണിച്ചു. ഉത്തരവുണ്ണിക്ക് മാത്രമുള്ള മറുപടിയാണിത്. എൻ്റെ പൊന്നെ, ഇതിന് 2 അടക്കി വെക്കുമ്പോഴേക്കും കഴിയും. സെയിം അങ്ങനത്തെ തന്നെ ഫ്രോക്കാണ് ഈ ഒരു സാധനം വരുന്നത്. ഇത് 6000 പോകില്ല കേട്ടോ, 3000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എല്ലാത്തിൻ്റെ റേറ്റും ഞാൻ പറഞ്ഞു തന്നേക്കാം. എന്നിട്ട് ഏകദേശം എത്ര എമൗണ്ടിൻ്റെ ഡ്രസ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത്, ഒരു ഷെൽഫിൽ മാത്രമുണ്ട് എന്നുള്ളത് ഉത്തരവുണ്ണി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് ഞാൻ 1500 രൂപക്ക് മേടിച്ച ഒരു സെറ്റാണ്. ഇതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബ്ലൗസ് ഇവിടെ എവിടെയെങ്കിലും തപ്പേണ്ടി വരും. അപ്പോൾ ബ്ലൗസ് കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് വെക്കാം. ഇതും 3000 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഒക്കെ ഈ ഒരു റേഞ്ച് വരുന്നതാണ്. ഞാനിതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കള്ളല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും ആ റേഞ്ചിൽ വരുന്നതാണ്. ഇതിനൊക്കെ അങ്ങനത്തെ നെറ്റുള്ളത്, പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റുള്ളതാണ്. ഇനി ഒന്നിൻ്റെയും പ്രൈസ് ഞാൻ പറയുന്നില്ല, ഏകദേശം ഈ ഒരു റേഞ്ച് വരുന്നതാണ്. ഷോപ്പ് പോയി ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി. നെക്സ്റ്റും ഗൗണ് തന്നെയാണ്. ഈ സെയിം ഗൗൺ എനിക്ക് വേറൊരു കളർ കൂടി ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ കളർ ചേഞ്ച് ഇട്ടേ ഞാൻ അതും എടുക്കും. അപ്പം ഇത് എൻ്റെ കളർ ചേഞ്ച് ഇതിൽ തപ്പിയാൽ കിട്ടുന്നുണ്ടാവില്ല, അതില്ലായിരിക്കും. അപ്പോൾ ഇതാണ് വേറൊരു കൗതുകകരമായിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. ഇതൊക്കെ അങ്ങനത്തെ ഗൗൺ തന്നെ കേട്ടോ. എനിക്ക് ഗൗണിനോടൊരു ക്രേസ് ഉണ്ട്. ഇതൊന്ന് സെയിം പാറ്റേൺ നോക്കിക്കല്ലേ, സെയിം പാറ്റേൺ. ഞാൻ പറഞ്ഞില്ലേ 3 സംതിങ് വരും ഒരു ഡ്രസ്സിനും. 3300 സംതിങ് എങ്ങാണ്ടാണ് ഒരു ഡ്രസ്സിന് വരുന്നത്. എണ്ണിക്കൂടിയ 1 എന്നിട്ട് മടിക്ക് വെക്കാം. എന്ന് പറയണ്ട കേട്ടോ, ഒരു ക്രൈസാണ്. ഞാൻ എന്നിട്ട് പല പ്രോഗ്രാമിനായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ആ ഷോപ്പിൽ നിന്ന് ആ സമയം തന്നെ ഞാൻ എടുത്താളും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സെയിം സാധനം കളർ ചേഞ്ചാണ്, വൈറ്റ് കളർ. സെയിം ഇതേപോലെ ക്ലോത്ത് ഇതൊക്കെ ആയിട്ട്. ഇത് ഞാൻ ഇട്ടിട്ട് ഒരു കോപ്പി അടിക്കൽ മറ്റേ ഫാഷൻ ഡിസൈനർ കോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിട്ട് ഭയങ്കര ഒരു വീഡിയോ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറയുന്നില്ല, ഓൾമോസ്റ്റ്
എല്ലാവരെയും കോപ്പി അടിക്കുന്ന ഒരു ഫാഷൻ ഡിസൈനറാണ്. ഇതൊക്കെ പൊക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ഗൈസ്. വെയിറ്റിംഗ് മെഷീൻ ഇല്ലാണ്ട് ഇപ്പോഴല്ലേ ഞാൻ വെയിറ്റ് കാണിച്ചു തരായിരുന്നു. കണ്ണാടിയിൽ നിന്നെ കാണുന്നില്ലല്ലോ അല്ലേ? ഇതിന് ഒരു ചെറിയൊരു ഹാഫ് കൈ വെച്ചിട്ടുണ്ട്. 3 കളർ ചേഞ്ച്, സെയിം സാധനം. പക്ഷെ 3 പ്രോഗ്രാമിലല്ലേ ഞാൻ ഇടുള്ളൂ എന്ന് വിചാരിച്ച് അയ്യോ കൈയൊക്കെ കൊയ്യുന്നു. നല്ല വെയിറ്റാ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, 2-3 ഇതുണ്ടാവും. അയ്യോ ഇപ്പോഴേ ഫീലായി. കുട ഇവിടെ പോയടാ, അത് ചെറിയ കുട ഇവിടെ അങ്ങ് വെച്ച് പോയോ. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കേർട്ടാണ്. അതൊക്കെ 500 രൂപ ആ റേഞ്ചിലേ വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ വലിയത് മാത്രമല്ല പാവപ്പെട്ടൊന്നും വാങ്ങും. ഇത് കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയ ലെഹങ്കയാണ്. ഈ സെയിം ലെഹങ്ക എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ വേറെ കളറൊക്കെ ഉണ്ടായിട്ട് എടുക്കാതിരുന്നത്. ഇത് 2 സംതിങ്ങിൻ്റെ ആ ഒരു സംഭവമാണ്. പക്ഷെ ഇതൊക്കെ മടക്കി വെക്കാനുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇതിലേക്കപ്പുറം ഇത് മടങ്ങൂല. ഇതിൻ്റെ ബ്ലൗസ് എവിടെയാണോ, ഷാൾ ഇതാണ്. എൻ്റെ പൊന്നെ, ഇതും ഞാൻ പ്രൈസ് ടാഗ് പോലും പറിച്ചിട്ടില്ല. 1960 രൂപ. 2 സംതിങ്ങുമില്ല, 2 ഉള്ളൂ. പ്രൈസ് ടാഗ് പോലും പറിച്ചിട്ടില്ല. കാരണം ഞാനൊരു 2-3 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെത് കഴിഞ്ഞു. നേരത്തെ പാവാടയുടെ ബ്ലൗസ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് കാണുന്നില്ല. ഇത് അതേപോലൊരു ഷാളാണ്. ഇത് ഒരു ഗൗണാണ്. എത്ര ഗൗണുണ്ടെന്നറിയോ? ഞങ്ങൾ വിചാരിക്കും ആർക്കെങ്കിലും വേണേ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറയാൻ, ആരെങ്കിലും കൊണ്ട് ചിട്ടോട്ടെ. ഇതൊക്കെ ഇങ്ങനെ അളമാറിയിലും പടക്കി വെച്ചിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ ഈ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ്യൂം മേടിക്കണം. ഇത് കുറച്ച് ഹെവി വർക്കാണ്. എൻ്റെ മന ഇതിന് വലിയ ഐറ്റം ഇല്ല കേട്ടോ. ഉള്ളത് പറയുന്നില്ല. അതേപോലെ തന്നെ ഒരു ഗൗണാണിത്. ഇതിൻ്റെ മുകളിൽ ഒരു ഓവർ കോട്ട് ഉണ്ട്. ഇങ്ങനെ പ്ലെയിൻ ആണ്. ഇതിൻ്റെ മുകളിൽ ഒരു ഓവർ കോട്ട് ഉണ്ട്. കോട്ട് പറയോ അതേപോലെ തന്നെ ഗൗണാണ്. ഇതൊന്നും ഞാൻ അന്ന് ഇട്ടിട്ട് ഇന്നോ ഒരിക്കൽ ഗുരുവായൂർ പോകുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് എനിക്ക് വാപ്പി വാങ്ങി തന്നതാണ്. വാപ്പി ഉംറക്ക് പോയിട്ട് വരുന്ന സമയത്ത് സിസ്റ്റേഴ്സിനും ഉമ്മാക്കൊക്കെ പർദ്ദ മേടിച്ചു. ഞാൻ ഈ പർദ്ദ ഇടാറില്ല. ഇടൂട്ടോ, ഇടൂലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ കോമണായിട്ട് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന സംഭവം അല്ലാണ്ട് ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇവിടുന്ന് മറ്റേ കൊയിലാണ്ടി പോകുള്ളൂ പർദ്ദ കാറിൽ പോകുന്ന സമയത്ത് എടുത്തിടുക എന്നല്ലാതെ അല്ലേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെയാണ്. അതിന് വാപ്പി മേടിച്ചത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 3 സംതിങ് ഉണ്ട്. നല്ല വർക്കുള്ള പിന്നെ ഒരു ഷാള്. ഇത് വേറൊരു ഗൗണിൻ്റെ ഷാള്. ഇത് വേറൊരു ഗൗണിൻ്റെ ഷാള്. ഇത് സ്കേർട്ടാട്ടോ. ഇതൊക്കെ അതിനുണ്ടെന്ന ഷാള. ഇത് 2 ദിവസം മുമ്പ് ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചുരിദാർ 2 ദിവസം മുമ്പ് റീല് പോസ്റ്റ് ചെയ്തു.
ഒരു ബ്ലൗസ് ഇല്ലല്ലോ. എനിക്കൊരു സംഭവം ഉണ്ട്, എന്തെങ്കിലും ഒരു സാധനം കാണുന്നില്ല വെച്ചാൽ ഞാൻ നന്നായിട്ട് വാരി വലിച്ചിട്ടാളും. എന്താണ് മറക്ക എൻ്റെ മോള് നന്നാക്കും, ഞാൻ വാരി വലിച്ചു. എന്തെങ്കിലും ഒരു സാധനം കാണാതിരുന്ന ഒരു ബ്ലൗസ് ആട്ടോ, ധാവണിൻ്റെ. ഇത് കൊള്ളത്തില്ല. ഇതൊക്കെ എങ്ങനെയായി ഞാൻ ഇതൊന്ന് വലിച്ചു ഊരിയതെന്ന് എനിക്ക് അറിയൂല. മോനെ കൊണ്ടൊരു കാത്തോളണേ. അപ്പോൾ ഇതാണ് സംഭവം. വേറൊരു സംഭവം കാണിച്ചു തരാം. എൻ്റെ മോനൊരു ദിവസം ചോദിച്ചതാ, എന്നൊക്കെ ഞാൻ ഇന്ന് വലിച്ചു വാരിയിട്ടതാട്ടോ. എവിടെ പോയി? ഉമ്മ, ഒരാളെ തലയിൽ വീണാൽ തല പൊട്ടൂലെന്ന് ചോദിച്ചൊരു സാധനമുണ്ട്, കാണിച്ചു തരാം. ഇതിൻ്റെ ഷാള് എവിടെയാണുള്ളതെന്ന് എനിക്കറിയില്ല. എൻ്റെ മോൻ ചോദിച്ചതാ, ഇമ്മ ഇതങ്ങനെ ഒരാളുടെ കാലുമേല തലയിലങ്ങ വീണാൽ തല പൊട്ടൂലേ. അമ്മ അതിനൊരു ഷാള് കണ്ടില്ല. ഞാൻ ഇന്ന് മുഴുവനും വലിച്ചു വാരിയിട്ട് ഗൈസ്, എനിക്ക് ഓർമ്മയില്ല. ഒരു കുഞ്ഞു കുടയാട്ടോ, അതിൻ്റെ ഷാള് എനിക്ക് എവിടെയാണ് നോക്കാൻ പറ്റുന്നില്ല. എവിടെയായി മോനെ വന്നിങ്ങി കണ്ടത്? നന്നായിട്ട് ഉമ്മന്ന് വലിച്ചു വാരിയിട്ടത്. അമ്മ കുട കാണുന്നില്ല. അമ്മ എന്നിട്ട് പഴയ ഒരു കുടയും കൊണ്ടിട്ടാണ് പോയത്. ഏറ്റവും പഴയ ഒരു റോസ് കുട ഇല്ലേ, അതും കൊണ്ടിട്ട്. എന്നിട്ട് എൻ്റെ മോൻ ചോദിച്ചതാണ്, ഉമ്മ അതാരുടെയെങ്കിലും കാലിൽ വീണ കാല് പൊട്ടൂലേ അത്? അമ്മ അതിലത്തെ ഒരു ഷാളുണ്ട് എൻ്റെ അടുത്ത്. 2 സൈഡിലും താഴെ മാത്രമേ വർക്കുള്ളൂ കേട്ടോ, ഒരു ധാവണീൻ്റെതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കാക്ക സ്പെഷ്യലായിട്ടൊരു കുട കൊണ്ടുത്തന്നു. എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നല്ലോണം അളമാറയിൽ വെച്ചതാണ്. എവിടാന്ന് എനിക്ക് പിടുത്തല്ല. ഇനി പൂനൂര് ഞാൻ കൊണ്ടുവച്ചോന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇന്ന് തപ്പി എവിടെയൊക്കെ തപ്പി. നിങ്ങളെ പഴയ കുട എവിടെ പോയി? അത് ഓർമ്മയില്ല. ലെനിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ കുടമല്ല, അത് എവിടെ ഉള്ളത്? ഞാൻ ഓളെ അളമാറി പോയി വലിച്ചു വാരിയിട്ട്, എൻ്റെ അളമാറി പോയി വലിച്ചു വാരിയിട്ട്, ഒക്കെ വലിച്ചു വാരിയിട്ട് എടുക്കുക. നമുക്ക് പുറത്തിറങ്ങാൻ കുട വേണ്ടേ? ആ മോള് സ്റ്റെപ്പിൻ്റെ മോള് 2 വികലാംഗനായിട്ട് കിടക്കുക. ഒടുക്കം ഞാൻ വികലാംഗനായിട്ടുള്ളൊരു കുടനെയും കൊണ്ടുപോയി. ഇത് അടയുന്നില്ല ഗൈസ്, എവിടെയെങ്കിലും കുത്തിയിട്ട് വേണം അടയ്ക്കാൻ. അങ്ങനത്തെ ഒരു കുടയും കൊണ്ടിട്ടാണ് ഞാനിന്ന് പോയത്. കുടയുടെയൊക്കെ ഒരു വില. കാറിൽ വലിയൊരു കാലക്കുട ഉണ്ടായിരുന്നു, കാലം കുട. അതാണെങ്കിലോ പിന്നെ കാലൂരിപ്പോയി. അല്ലെ ഞാൻ അതും എടുത്ത് പോയി. അതെടുത്ത് പോകുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ബസ്സിലൊക്കെ കയറുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഞാൻ എന്ത് ഒരു കുടയല്ലേ എന്ന് വയ്ക്കുന്ന ഒരാളാണ്. അപ്പം എന്നിട്ട് അത്രമേൽ ഞാൻ എൻ്റെ കൈക്ക് നല്ല വേദന ഉണ്ട് ഗൈസ്. അത്രമേൽ ഞാൻ കുട വേറൊരു കാലം കുട ഉണ്ട്, അതും പിങ്ക് കളർ, അതും എൻ്റെ വീട്ടിലായിപ്പോയി. എന്നിട്ട് ഇന്ന് കുട വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ തപ്പിപ്പിടിച്ച് ഇതിൻ്റെ ചോട്ടുന്നാണ് എനിക്ക് കിട്ടിയത്. എവിടേക്ക് എന്തൊക്കെ വാരിയിട്ടെക്കുന്ന തമ്പുരാനെ അറിയുള്ളൂ. ഇവർ മടക്കി വെച്ചോട്ടെ, ഇവർ നോക്കേണ്ടതാണ് ഉമ്മൻ്റെ കുട എവിടെയാണ്. എനിക്കിപ്പോൾ തപ്പിപ്പിടിച്ചെടുത്തന്നില്ല, നിങ്ങൾക്ക് 2 ആൾക്കും ഇവരറിയാം എവിടെയാണെന്നുള്ള അറിയില്ല. ഇനി പൂനൂർ കൊണ്ടുപോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം അങ്ങനെയാണ് ഉത്തരവുണ്ണിയെ ഒക്കെ ഒന്ന് കൂട്ടി നോക്ക്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബില്ല് സഹിതം അയച്ചു തരാൻ ഒഴിവില്ല. ഇനി ഡ്രസ്സ് എടുത്തോളോട്, അങ്ങനെയെങ്കിലും ഇനി ജീവിച്ച് പോക്കോ. അപ്പം നല്ല നന്ദി.